പിന്നീട് മതമേഖലയിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴാണ് മതം പറയാൻ നാട്ടുപ്രമാണിമാർ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് അവര് പഠിപ്പിക്കുന്ന മതത്തിൽ വൈകല്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അപകടമാവും എന്നുള്ള ചിന്തയോടുകൂടെ 926 സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത്. നമുക്കറിയാം, സമസ്ത ഒരു നൂറ്റാണ്ട് കാലമായി പറഞ്ഞു വരുന്ന ആദർശം 926 തുടക്കം കുറിച്ച അതേ ആദർശത്തിന്റെ പ്രചരണമാണ്. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി എഴുതി ചേർത്തത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളുടെ പ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത് എന്നാണ്. ആദർശത്തിന്റെ കാവലാളാവാൻ മലയാളി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്നത്. ആദർശം പറയുമ്പോ മോഡിയെ ചൂണ്ടിയിട്ട് അപകടകരമാണ് ഇന്ത്യയുടെ പോക്ക് എന്ന് പറയുന്നവര് ചരിത്രം പഠിക്കണം. മോഡിയുടെ ഇന്ത്യയേക്കാൾ അപകടമുള്ള കാലമായിരുന്നു 920കളിലെ ഇന്ത്യ മാത്രമല്ല ലോകം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ അടയാളങ്ങൾ മുഴുവനും തച്ചുടച്ച് കൊളോണിയൽ ശക്തികൾ ലോകം അടക്കി പാരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെയും അടിമത്തത്തിന്റെ നുകത്തിന് കീഴിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകളുടെ യുക്തി കൊണ്ട് അളക്കുകയാണെങ്കിൽ അന്നൊരു സംഘടനയുണ്ടാകുമ്പോ ആ സംഘടനയുടെ മുഖ്യമായ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുക എന്നതാവണം. എന്തുകൊണ്ട്? അവരേറ്റവും കൂടുതൽ ഉന്നം വെച്ചിരുന്നത് മുസ്ലിം സമുദായത്തെയാണ്. ആ മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതരും സാദാത്തുക്കളും സൂഫി വര്യന്മാരുമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ വിളിപ്പാടകലിയാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. ആ തറവാട്ടിലെ ആദരണീയരായ സയ്യിദാണ് നമ്മുടെ വേദിയിലുള്ളത്. ഈ മലപ്പുറത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പാണക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ ലോകത്തോളം ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവിടെ വന്ന് താമസമാക്കിയ കൊടപ്പനക്കൽ തറവാടിന്റെ ആ ഒരു വരവാണ് എന്ന് നമുക്കറിയാം. പാണക്കാട്ടെ പള്ളി മൈതാനിയിലെ മക്ബറകളിൽ നമ്മൾ പോയി നോക്കിയാൽ അനേകം സാദാത്തുക്കളുടെ ഖബറുകൾ കാണാം, അനേകം ബീബിമാരുടെ ഖബറുകൾ കാണാം, അനേകം മഹാന്മാരുടെ ഖബറുകൾ കാണാം. പക്ഷേ ആ പള്ളിയുടെ മൈതാനിയിലെ ഖബർസ്ഥാനിൽ കൊടപ്പനക്കൽ തറവാട്ടിന്റെ സ്ഥാപകന്റെ ഖബർ കാണി